നമസ്കാരം. ഞാൻ പറഞ്ഞു ഈ മറ്റേ സമാധിക്ക് 2 വശങ്ങളുണ്ടെന്ന്. സമാധിയിൽ മറ്റേ സമാധി ഇരിക്കുകയും സമാധി ഇരുത്തുകയും ചെയ്യാം. അത് സമാധി ഇരിക്കുക എന്നുള്ള വളരെ ദുർഘടമായ ഒരു ഒരു പ്രവൃത്തി ചെയ്ത മണികണ്ഠനെയാണ് ശബരിമലയിൽ മണികണ്ഠനാണ് ശബരിമലയിൽ സമാധി ഇരിക്കുന്നത്. ഈ സമാധിക്കൊരു പ്രത്യേകത, നമ്മൾ പല മഠങ്ങളിലും പോകും. അവിടെ പല മഠങ്ങളുണ്ട്. നമ്മളുടെ മറ്റേ എന്താ പറയുക, വടകരയും അതേപോലെ കാസർഗോഡും ഒക്കെ മഠങ്ങളുണ്ട്. മഠങ്ങളിൽ ചെന്നാൽ സമാധിയിൽ ചെന്ന് സമാധി തൊട്ട് തൊഴാൻ സ്ത്രീകളെ അനുവദിക്കില്ല. എപ്പോഴും നിങ്ങൾ പോയാൽ അനുവദിക്കുക, സ്ത്രീകളെ അനുവദിക്കില്ല. അതെന്നുവെച്ചാൽ സ്ത്രീകളെ സമാധി തൊഴാൻ പാടില്ല എന്നൊരു ഒരു പ്രമാണമുണ്ട്. ആ അടിസ്ഥാനത്തിൽ ആ സമാധിയിൽ തൊഴാൻ പാടില്ലാത്തത് കൊണ്ടാണ് ശബരിമലയിലേക്ക് സ്ത്രീകൾ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അതല്ലാണ്ട് മറ്റേ മണികണ്ഠൻ്റെ ബ്രഹ്മചര്യം പോകുന്നു ചോദിച്ചാൽ എന്ത് ബ്രഹ്മചര്യം പോകും? എന്തെങ്കിലും ഇവിടെ 12ാമത്തെ വയസ്സിൽ സമാധി ചെയ്യുന്ന ആൾക്ക് എന്ത് ബ്രഹ്മചര്യം പോവുക? എന്തെങ്കിലും വിഡ്ഢിത്തരം പറയും. ഈ വിഡ്ഢിത്തരം പറയുന്നതിനൊരു കണക്കൊക്കെ വേണം. 12ാം വയസ്സിൽ ഇയാൾ മറ്റേ മണികണ്ഠൻ അവിടെ പോയി സമാധി ഇരുന്നാണ്. ആ സമാധി ഇരുന്ന ആൾ 12ാമത്തെ വയസ്സിൽ എന്ത് ലൈംഗിക തീക്ഷ്ണത അദ്ദേഹത്തിന് ഉണ്ടാവുക? അപ്പോൾ സമാധി ഇരുന്ന സമാധി സ്ഥലമായതുകൊണ്ടാണ് അവിടേക്ക് സ്ത്രീകൾ പ്രവേശിക്കാൻ പാടില്ല എന്ന് നോർമലി പറയുന്നത്. അതുകൂടി മനസ്സിലാക്കുക. പിന്നീടും കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം, മറ്റൊരു വീഡിയോയിൽ പറയാം. നമസ്കാരം.